എറണാകുളത്തേക്ക് പോയാൽ അർജുൻ മട്ടന്നൂർ നമ്മോടൊപ്പം ഉണ്ട്. അർജുൻ മട്ടന്നൂർ, ഹൈബീഡനും കെ ജെ ഷൈനും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടം. പക്ഷേ കെ എസ് രാധാകൃഷ്ണൻ കൂടി വരുന്നതോടുകൂടി മത്സരം ഒന്നുകൂടി മുറുകും. നമുക്കറിയാവുന്ന പോലെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1,37,000 വോട്ട് ബി ജെ പിക്ക് നേടാനായിരുന്നു അൽഫോൺസ് കണ്ണന്താനത്തിലൂടെ. കെ എസ് രാധാകൃഷ്ണനാണെങ്കിൽ ആലപ്പുഴയിൽ അതിശക്തമായ രീതിയിൽ ബി ജെ പിയുടെ വോട്ട് ഉയർത്തിയ ആളുമാണ്. പ്രത്യേകിച്ച് എങ്ങനെയാണ് കെ എസ് രാധാകൃഷ്ണൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി ഒരുപക്ഷെ നേരിട്ടുള്ള മത്സരം കുറച്ചുകൂടി ഒരു പോരാട്ട വീര്യം കൈവരിക്കാൻ പോകുന്നത്? നികേഷ് കുമാർ, ഇപ്പോൾ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായിരിക്കുന്നു. കെ എസ് രാധാകൃഷ്ണൻ ബി ജെ പി സ്ഥാനാർത്ഥി ആയതോടുകൂടി ബി ജെ പിയും പ്രചാരണ രംഗത്ത് സജീവമായി ഇറങ്ങിയിരിക്കുന്നു. ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നിർവഹിക്കുകയാണ്. എന്തായാലും നേരത്തെ നികേഷ് കുമാർ പറഞ്ഞതുപോലെ 2014 9% താഴെ മാത്രമായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായിരുന്ന വോട്ട് വീതം. 1,00,000 താഴെ മാത്രമാണ് അന്ന് എ എൻ രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ ലഭിച്ചത്. എന്നാൽ 2019 അൽഫോൺസ് കണ്ണന്താനം മത്സരിച്ചപ്പോൾ അത് 1,37,000 ഉയർത്താൻ കഴിഞ്ഞു. അതായത് 15%-അടുത്തേക്ക് 14.27% ഉയർത്താൻ കഴിഞ്ഞു. ഈ വോട്ട് വീതം വീണ്ടും ഉയർത്താൻ കഴിയുമോ എന്ന് തന്നെയാണ് NDA BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പല പേരുകൾ ഉയർന്നു വന്നെങ്കിലും ഈ ക്രൈസ്തവ സഭയ്ക്ക് പുറത്തുള്ളൊരു സ്ഥാനാർത്ഥിയെ തന്നെ BJP നിർത്തിയിരിക്കുന്നു എന്നതാണ് ഏറെ പ്രത്യേകത. ഈ സ്വാഭാവികമായും കഴിഞ്ഞ തവണ ഹൈബീഡന് 1,60,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. ആ ഭൂരിപക്ഷം അത് പിടിച്ചെടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് LDF ഇത്തവണ മത്സരിക്കുന്നത്. ഒരു വനിതാ സ്ഥാനാർത്ഥിയെ, ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചുകൊണ്ട് ബഹുദൂരം പ്രചരണത്തിൽ മുന്നോട്ട് പോയിട്ടുമുണ്ട്. പക്ഷേ രാഷ്ട്രീയ വാക്പോരുകളും മറ്റ് വിവാദങ്ങൾക്കും എറണാകുളം മണ്ഡലത്തിൽ സ്ഥാനമില്ല എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള ഒരു വാക്പോര് മുന്നണികളും സ്ഥാനാർത്ഥികളും തമ്മിൽ ഇല്ല. എന്തായാലും ഇതിൽ ഈ വ്യക്തിപ്രഭാവം അടക്കം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി വോട്ട് സമാഹരിക്കുകയാണ് BJP സ്ഥാനാർത്ഥിയുടെ ലക്ഷ്യം. അത്തരത്തിലാണ് അവരുടെ പ്രചാരണ പരിപാടികൾ ആരംഭിക്കുന്നത്. എല്ലാ വോട്ടും പെട്ടിയിൽ വീഴുന്നതിനാവശ്യമായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയമാണ് BJP പൂർത്തിയാക്കിയിരിക്കുന്നത്. ഒരിടത്തും ഒരു തരത്തിലുള്ള വീഴ്ചയും വരുത്താതെ വോട്ടുകൾ പരമാവധി പെട്ടിയിൽ വീഴ്ത്തുക എന്നുള്ളത്. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 273 എന്ന മാജിക് നമ്പറിൽ എത്തിക്കുക എന്നതിനോടൊപ്പം തന്നെ വോട്ട് ശതമാനം ഉയർത്തുക എന്നുള്ള മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് എന്നുള്ളത് നേരത്തെ അവലോകനം ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്.